വിശ്വസംവാദ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നവമാധ്യമ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എറണാകുളം ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി മുൻ വിജിലൻസ് മേധാവി ഡോക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരളം വ്യാവസായിക സൗഹൃദം എന്ന് പറയുന്നവർ സംസ്ഥാനം ലഹരി കേന്ദ്രമായി മാറുന്നത് കാണുന്നില്ലെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. വിശ്വസംവാദ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നവമാധ്യമങ്ങളിൽ ഇടപെടുന്നവരുടെ ഒത്തുചേരലായിരുന്നു ലക്ഷ്യ എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമത്തിന്റെ ഉദ്ഘാടനം മുൻ വിജിലൻസ് മേധാവി ഡോക്ടർ ജേക്കബ് തോമസ് നിർവഹിച്ചു. ലഹരി മാഫിയയുടെ കയ്യിലാണ് ഇന്ന് സംസ്ഥാനമെന്നും വ്യാവസായിക സൗഹൃദ കേന്ദ്രമാണെന്ന് പറയുന്നവർ ലഹരി കേന്ദ്രമായി മാറുന്നത് കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കോവിഡിന് ശേഷം ആ സമയത്ത് കേരളമാണ് ആരോഗ്യരംഗത്ത് നമ്പർ 1. കോവിഡിനെ ഏറ്റവും നന്നായിട്ട് പ്രതിരോധിച്ചത് കേരളമാണ്. അത് ഒരു നറേറ്റീവായിട്ട് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം വ്യവസായത്തിൽ വളരെ മുന്നേറുന്നു, കുറേയധികം വ്യവസായങ്ങളിലൂടെ വരുന്നു. നമ്മുടെ വ്യവസായ അന്തരീക്ഷം വളരെ നല്ലതാണ്. പക്ഷേ യഥാർത്ഥം എന്താണ്? ഇവിടെ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾ തമ്മിൽ കൊലപാതകം വരെ വരുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഭീകരമായ ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ വളരെ നല്ലതായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാത്തിലും നമ്പർ 1 ആണ് എന്നുള്ള നറേറ്റീവ്, അതും വ്യവസായത്തിൽ ഏറ്റവും നമ്പർ 1 ആണെന്നുള്ള ഒരു നറേറ്റീവാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ യഥാർത്ഥം എന്തായെന്ന് നമ്മൾ തുറന്നു കാട്ടുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്, രക്ഷയ്ക്കുണ്ട്, സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. ചടങ്ങിൽ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ സംസ്കൃതിയുടെ സന്ദേശം ലോകത്തിൽ മുഴുവൻ എത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ലക്ഷ്യയുടെ പ്രവർത്തനത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളായി പറഞ്ഞിട്ടുള്ളത് വ്യക്തിയിൽ സാമൂഹ്യ അവബോധം സൃഷ്ടിക്കുക, സോഷ്യൽ അവയർനെസ് സൃഷ്ടിക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു പൊതുവായ അഭിപ്രായ സൃഷ്ടിയും രാഷ്ട്രാനുകൂലമായ, സംസ്കാരാനുകൂലമായ, മനുഷ്യാനുകൂലമായ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്തും മാനവധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. സ്വാഗത സംഘം ചെയർമാൻ KC നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദക്ഷിണ പ്രാന്ത സംഘചാലക് പ്രൊഫസർ MS രമേശൻ, രാഷ്ട്രീയ സ്വയംസേവക സംഘം ക്ഷേത്രീയ പ്രചാർ പ്രമുഖ് G ശ്രീറാം തുടങ്ങി സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. ജനം, കൊച്ചി.